ബ്രോ, അപ്പം പരിവാരം ഇപ്പോൾ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയാനുള്ളത് പ്രേക്ഷകരുടെ അടുത്ത്? ഭയങ്കര സന്തോഷം. ഫാമിലീസൊക്കെ പടം കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. കാരണം കുറച്ച് കാലത്തിന് ശേഷമാണ് അവർ ചിരിക്കുന്നൊരു പടം കണ്ടു എന്നൊരു അഭിപ്രായം പറഞ്ഞു. അവർക്ക് വർക്കായി എന്നറിയുന്നതിന് ഭയങ്കര സന്തോഷം. അപ്പം ഞങ്ങളും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങൾ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നു, പുറത്തുനിന്നാണെങ്കിലും. അപ്പം അങ്ങനെ പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണാത്തവരും എന്തായാലും കുടുംബത്തോടൊപ്പം പോയിട്ട് വീണ്ടും തിയേറ്ററിൽ കാണുക തന്നെയുണ്ട്. ഇനി കാണാൻ വന്ന പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയുക? പ്രേക്ഷകരോട് കാണുക. കാരണം ഓവർ എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഒരു സിമ്പിൾ കൊച്ചു ഒരു ഫാമിലി പടമാണ്. ആ രീതിയിൽ തന്നെ പോയിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇതിൻ്റെ പാട്ടാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം തന്നെ ഒരു രസമുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക തിയേറ്ററിൽ പോയിട്ട് തന്നെ. താങ്ക് യു. ഇപ്പം പരിവാരം നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം കാണുന്ന ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരുടെ അടുത്തൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, പരിവാർ എന്ന് പറയുന്ന ഒരു ഫാമിലി മൂവിയാണ്. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു 90s വൈബൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന മൂവിയാണ്. പണ്ടത്തെ നമ്മുടെ രാജസേനൻ സാറിൻ്റെയും പ്രിയദർശൻ സാറിൻ്റെ ഒക്കെ കുറേ മൂവിയില്ലേ, മേലെ പറമ്പിലാണ് വീട്, മിഥുനം, അങ്ങനെയുള്ള കുറേ ഫാമിലി മൂവിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള അതേ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന ഒരു മൂവിയാണ് പരിവാർ. ഇപ്പോൾ തമാശകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. നമുക്ക് വിൻറ്റേജ് സ്റ്റൈലിലുള്ള ജഗദീഷ് ചേട്ടനെയും നമ്മുടെ ഇന്ദ്രൻ സാറിനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു എൻ്റെതാണെങ്കിൽ ഒരു റൊമാൻറ്റിക് ട്രാക്കിൽ റൊമാൻറ്റിക് സീക്വൻസ് എല്ലാം കൂടെ ഉൾപ്പെട്ട ആദ്യാവസാനം നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി മൂവിയാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസ് നമുക്കുണ്ട്. ഫാമിലി ഓഡിയൻസ് എന്നൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ പടം സെക്കൻഡ് വീക്കിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങൾ നമുക്ക് എല്ലായിടത്തും നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെയും കുറേ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാനും വളരെ ഹാപ്പിയാണ്. ഓക്കെ ചേട്ടാ, ഇപ്പം പരിവാരം നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത് ഈ സമയത്ത്? അല്ല, പൊതുവേ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞത് പോസിറ്റീവായ അഭിപ്രായങ്ങളാണ്. പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഫാമിലി മൂവി എന്നുള്ള നിലയ്ക്ക് പിന്നെ വളരെ സഭ്യമായ കോമഡികളല്ലേ ഉള്ളൂ. എല്ലായിടത്തും ഫാമിലിക്ക് ഇരുന്ന് കാണാം. പിന്നെ ഇത് വളരെ യുക്തിഭദ്രമായ കഥയല്ലേ, അല്ലാണ്ട് ഇത് ഒരു സംഭവിക്കാത്ത കാര്യമല്ല. ഇന്നലെ സംഭവിച്ചതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കാൻ ഇടയുള്ളതുമായ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആ കുട്ടികൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പൊതുവെ വരുന്നത് അത്യാവശ്യം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. തമാശ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷകരമായ എല്ലാവരും ചിരിച്ച മുഖത്തോടെ ഇത് കാണുന്നു എന്നാണ് എൻ്റെ ഫീലും. ഞാൻ പോയ തിയേറ്ററുകളിലൊക്കെ കണ്ടങ്ങനെ. ഇനിയും എന്തായാലും കുറച്ചാൾ നിൽക്കും, വരട്ടെ അല്ലേ? നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ തോന്നുന്നത് അല്ലേ? ആ ഞാൻ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ 9:15 മനസ്സിലാക്കി. 7 മണിക്ക് തുടങ്ങി 9:15 തീരുന്നത്. സോറി. ഇപ്പം പരിവാർ എല്ലാവരും കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട്? തിയേറ്റർ ഓണത് ഹാപ്പിയാണെന്ന് ചോദിക്കട്ടെ. തിയേറ്റർ ഓണത് ഹാപ്പിയാണോ? അവിടെ പറ. ഈ വനിതാ തിയേറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷെ തിയേറ്ററിൻ്റെ ഓണറിനെ ആരും കണ്ടില്ല. ഇതാണ് വനിതാ ഓണർ. ഇന്നല്ലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇത് വന്നിട്ടില്ല. നിങ്ങൾ ഹാപ്പിയാണോ? പരിവാർ നല്ല പടമാണ്. ആൾക്കാർ ഉണ്ട്, നല്ല ക്രൗഡ് ഉണ്ട്. വൈകിട്ടൊക്കെ നല്ല ഫാമിലി ഓഡിയൻസ് പടത്തിനുണ്ട്. പടം നന്നായിട്ട് പോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതായിരിക്കുമല്ലേ ഈ പ്രൈം ടൈമിൽ? അതെ, തീർച്ചയായിട്ടും. വൈകിട്ടുള്ളതുകൊണ്ടാണ് ഫാമിലി കൂടും. വൈകിട്ട് നേരത്താണ് പറഞ്ഞത്. പടം നന്നായിട്ട് പോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. താങ്ക് യു. ഞങ്ങളുടെയൊക്കെ പെർഫോമൻസോ ഞാൻ ചെറിയ വേഷങ്ങൾ 1 സീൻ 2 സീൻ ചെയ്തുകൊണ്ടിരുന്ന കാലം തൊട്ട് തന്നെ തിയേറ്ററിൽ വരുമ്പം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു തിയേറ്ററാണ് പരിവാർ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഫാമിലീസാണ്. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് ഈ പരീക്ഷാ സമയം ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഒരാൾ പുറത്തിറങ്ങാതിരിക്കുന്നൊരു സമയമാണ്. പക്ഷേ എന്നാലും നമ്മുടെ സിനിമയ്ക്ക് സെക്കൻഡ് വീക്കിലേക്ക് ഒരു റണ്ണ് കിട്ടിയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷവും അത്ഭുതകരവുമായ കാര്യമാണ്. ഞങ്ങൾ മീൻരാജ് സാറ് ഭാഗ്യ നക്ഷത്രമാണ്. കാരണം ആളുടെ മുഖം കാണുന്ന സിനിമകളൊക്കെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഭയങ്കര ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സീസണിൽ നമുക്ക് സെക്കൻഡ് വീക്ക് റണ്ണ് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇത്രയും ആൾക്കാർ ഈ വീക്ക് ഡേയ്സിൽ പോലും വരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. വീക്കെൻഡ്സിൽ നോർമലി ഓഡിയൻസ് ഉണ്ട്, പക്ഷേ വീക്ക് ഡേയ്സിൽ ആൾക്കാർ വരുന്നു എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. അപ്പോൾ താങ്ക് യു. ഞങ്ങളുടെ ഈ ചെറിയ സിനിമയിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ ആൾക്കാർ വരുന്നത്. അപ്പോൾ അതിന് വളരെയധികം നന്ദിയുണ്ട്. ഇതുപോലത്തെ സിനിമകൾ ചെയ്യാൻ നിർമ്മാതാക്കളെയും
ഇതുപോലത്തെ സിനിമകൾ കൂടുതൽ ഉണ്ടാവാനും ഒക്കെ ഈ വിജയം സഹായിക്കും. എല്ലാവർക്കും താങ്ക് യു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉണ്ണിമായ നാലപ്പടം എൻ്റെ ഭാര്യയാണ്. സിനിമയിലെ ഭാര്യയാണ്. സന്തോഷം പങ്കിട്ടു. സന്തോഷമുണ്ട്. പടം സെക്കൻഡ് വീക്കിലേക്ക് എത്തി. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ എക്സാം ടൈമാണ്, നോമ്പിൻ്റെ സമയമാണ്. എന്നാലും നല്ല രീതിയിൽ ആൾക്കാർ പടം കാണാൻ വരുന്നുണ്ട്. കാണാത്തവർ ഇനിയും തിയേറ്ററിൽ പോയി പടം കാണാം. ഒരു പറയാനുള്ളൂ, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. നിങ്ങളെല്ലാം ണ്ടോ ബ്രോ? ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാണാൻ വരുന്ന പ്രേക്ഷകരോട് നന്ദി മാത്രം. എന്താ പറയാ, അവർക്ക് എന്ത് എക്സ്പെക്ടേഷൻ ആണ് കൊടുക്കാൻ? എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഇല്ല ആൾക്കാർ സിനിമ കാണാൻ വരില്ലല്ലോ. വരുന്നവരോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സീസൺ നമുക്ക് തീരെ അനുകൂലമല്ലെങ്കിലും ഇതുപോലത്തെ സിനിമ സെക്കൻഡ് വീക്കിലേക്ക് കയറുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. എനിവേ, പിന്നെ നമ്മുടെ ഫ്രാഗ്രൻ്റ് നേച്ചർ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിനെ പറ്റി ചിലപ്പോൾ ആൾക്കാർക്കൊരു പ്രതീക്ഷ കാണും. കാരണം പ്രണയം പോലത്തെ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള, ഗോളം പോലത്തെ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള, ഖൽബ് പോലത്തെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അവർ. ഇതുപോലെയൊരു സിനിമ ചെയ്യുന്നതും ഒരു പ്രതീക്ഷയ്ക്ക് കാരണമായിരിക്കാം. പിന്നെ ജഗദീഷ് ചേട്ടനെയും ഇന്ദ്രൻ ചേട്ടനെയും ഒക്കെ സീരിയസ് അല്ലാത്തൊരു റോളിൽ കാണുക എന്ന് കിട്ടുന്നതും ഒരു രസമുള്ളൊരു കാര്യമാണല്ലോ. ചിലപ്പോൾ അതെല്ലാം എല്ലാം കൂടെ എല്ലാ ഘടകങ്ങളും വന്നിട്ടുണ്ടാവും. ചേട്ടൻ്റെ അപ്കമിങ് മൂവീസ് ഏതൊക്കെ വരുന്നത്? ഞാൻ മരണമാസിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അജിത് വിനായക പ്രൊഡക്ഷൻസിൻ്റെ ആസിഫ് അലി പടം സർക്കിട്ട്, തമർ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ പടത്തിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇനിയും റീസെൻ്റ്ലി റിലീസാകാൻ പോകുന്ന സിനിമ. മരണമാസം എന്താ ഒരു ഡെഡ് ബോഡിയൊക്കെ ഉണ്ടല്ലോ അടിയിൽ, എന്തായാലും മരണമാസ് എന്ന് പറയുന്ന വാക്കിൽ ആ സിനിമയുണ്ട്. നമ്മൾ പറയുന്ന മരണമാസിൻ്റെ അർത്ഥമായിരിക്കില്ല മരണമാസിന്. എനിവേ, ഇവന്ന് ടീച്ചർ കണ്ടല്ലോ, സീരിയൽ കില്ലിങ് ഇങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടീച്ചർ ഇപ്പോൾ ഒരു എന്താണ് സിവിക് സീൻ കണ്ടല്ലോ. അപ്പോൾ അത് കറക്റ്റ് മൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് സിനിമയുടെ മൂഡ്. ശരി കേട്ടോ, താങ്ക് യു.